30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. റോണ്ട ബയർൺ എഴുതിയ ദ പവർ എന്ന ലോകപ്രശസ്ത മോട്ടിവേഷൻ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഈ വാചകം. ദ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ റോണ്ട ബയർൺ മുന്നോട്ടു വയ്ക്കുന്ന വിജയ ഫോർമുല എങ്ങനെ പ്രായോഗിക തലത്തിൽ വിജയിപ്പിക്കാമെന്നാണ് ദ പവർ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. നമസ്കാരം. അച്ഛാ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾക്കും മോശം കാര്യങ്ങൾക്കും കാരണം വെറും ഭാഗ്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ റോണ്ട ബേണിന്റെ ദ പവർ എന്ന പുസ്തകം പറയുന്നത് അല്ലയല്ല. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ഭയങ്കര ശക്തിയുണ്ടത്രേ. അപ്പോൾ ആ ശക്തിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അത് വെച്ച് നമ്മുടെ ലൈഫ് എങ്ങനെ അടിപൊളിയാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? ഞാൻ ഉറപ്പു തരാം, ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാനൊരു ഭാഗ്യമുള്ളയാളാണോ അതോ എപ്പോഴും നിർഭാഗ്യം കൊണ്ട് നടക്കുന്ന ആളാണോ? ഒരുപക്ഷേ നിങ്ങളുടെ ഉത്തരം രണ്ടാമത്തേതാണെങ്കിൽ ഒരു വിഷമവും വേണ്ട. കാരണം ആ ധാരണ മാറ്റാനുള്ള ഒരു മാന്ത്രിക താക്കോല് നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കഥയൊന്നു ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരേ സാഹചര്യത്തിൽ ഒരേ നാട്ടിൽ വളർന്ന രണ്ട് കൂട്ടുകാർ. പക്ഷെ ഒരു 30 വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് കണ്ടോ? ഒരാൾ എല്ലാ രീതിയിലും വിജയിച്ച് സന്തോഷമായി ജീവിക്കുന്നു. മറ്റൊരാളാണെങ്കിൽ കടവും രോഗവും പ്രശ്നങ്ങളുമായി കഷ്ടപ്പെടുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? നമ്മളിതിനെ വിധിയെന്നോ യോഗമെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. പക്ഷേ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. അവരുടെ ജീവിതത്തിലെ ഈ വലിയ വ്യത്യാസത്തിന് പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്. നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത, പക്ഷേ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നൊരു ശക്തി. ഒരാൾ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിച്ചു, മറ്റേയാൾക്ക് അതിന് കഴിഞ്ഞില്ല. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ എന്താണ് ഈ ശക്തി? ഈ പുസ്തകത്തിൽ ആ ശക്തിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് സ്നേഹം. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലേ? പക്ഷേ ഇത് ഭൂഗുരുത്വാകർഷണം പോലെ തന്നെ ശക്തമായൊരു നിയമമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു പന്ത് ചുമരിലേക്ക് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അതേപോലെ തിരിച്ചുവരും. ജീവിതം അതുപോലെയാണ്. നമ്മൾ എന്ത് ഊർജ്ജമാണോ ഈ ലോകത്തേക്ക് കൊടുക്കുന്നത്, അത് പല മടങ്ങായി ഇങ്ങോട്ട് തിരികെ വരും. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, അത്രയുള്ളൂ. ഇതിനെ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉപമയില്ല. നമ്മുടെ ജീവിതം ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ അതിൽ നോക്കി മുഖം വീർപ്പിച്ചാൽ അത് തിരിച്ചു നിങ്ങളെ നോക്കി ചിരിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ഒന്ന് പുഞ്ചിരിക്കണം. അപ്പോൾ ജീവിതം നിങ്ങളെ നോക്കിയും പുഞ്ചിരിക്കും. ശരി, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ആശയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ്. വെറുതെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം മതിയോ? പോരാ. കാരണം ചിന്തകളേക്കാൾ ഒരുപാട് ശക്തിയുള്ള മറ്റൊന്നുകൂടിയുണ്ട്. അതാണ് നമ്മുടെ വികാരങ്ങൾ. ഇതൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ധരുൺ, എനിക്കാ പുത്തൻ കാർ വാങ്ങണം എന്ന് നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അതൊരു പോസിറ്റീവ് ചിന്തയാണ് അല്ലേ? പക്ഷേ അതേ നിമിഷം അതിൻ്റെ വിലയോർക്കുമ്പോൾ ഉള്ളിലൊരു പേടി. അയ്യോ, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു നിരാശ. അതാണ് നെഗറ്റീവ് വികാരം. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇതെപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രപഞ്ചം നമ്മുടെ വെറും ആഗ്രഹത്തിനല്ല മറുപടി തരുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ പേടിക്കും നിരാശയ്ക്കുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ പോകുന്നത്. ഈ ആശയം ഉറപ്പിക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. നമ്മുടെ ജീവിതം ഒരു സിനിമ കാണുന്നത് പോലെയാണെന്ന് വിചാരിക്കുക. സ്ക്രീനിൽ കാണുന്ന സിനിമ നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പ്രൊജക്ടറിലെ ഫിലിം മാറ്റും, അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന സിനിമയിലെ ആ ഫിലിമാണ് നമ്മുടെ വികാരങ്ങൾ. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഓർക്കുക, വികാരം മാറിയാൽ വിധി മാറും. നമ്മുടെ ഓരോ വികാരത്തിനും ഓരോ ഫ്രീക്വൻസി ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ. നല്ല പാട്ട് കേൾക്കണമെങ്കിലേ നമ്മൾ ആ പാട്ടുള്ള ചാനലിലേക്ക് ട്യൂൺ ചെയ്യണം. സങ്കടത്തിന്റെ ചാനലിൽ ഇരുന്നിട്ട് സന്തോഷത്തിന്റെ പാട്ട് പ്രതീക്ഷിക്കുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താണ്? നമ്മുടെ ചാനൽ മാറ്റുക, ഫ്രീക്വൻസി മാറ്റുക. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കാണിച്ചു തരാം. ജപ്പാനിലൊരു ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാരു എമോട്ടോ വെള്ളത്തിൽ നടത്തിയ ഒരു പരീക്ഷണമാണിത്. സ്നേഹം, നന്ദി എന്നൊക്കെ കേൾപ്പിച്ചപ്പോൾ വെള്ളത്തിന്റെ ക്രിസ്റ്റലുകൾ വജ്രം പോലെ മനോഹരമായി. പക്ഷേ വെറുപ്പ് എന്ന വാക്ക് കേട്ടപ്പോൾ അവ വികൃതമായിപ്പോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരം 70% വെള്ളമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ നമ്മുടെ ഓരോ കോശത്തെയും ഓരോ നിമിഷവും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി മാറ്റുന്നത്? അതിനൊരു രഹസ്യ ടെക്നിക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്ന് ഭാവിക്കുക. അതായത് ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം തോന്നുമോ ആ സന്തോഷം ഇപ്പോൾ ഈ നിമിഷം തന്നെ അനുഭവിക്കുക.
കാരണം ആ വികാരമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാന്തം. ഇതിന് ലോകം മുഴുവൻ അറിയുന്ന ഒരു ഉദാഹരണമാണ് ഹോളിവുഡ് നടനായ ജിം ക്യാരിയുടേത്. സിനിമയിൽ ആരുമല്ലാതിരുന്ന, കയ്യിൽ 5 പൈസയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. സ്വന്തം പേരിൽ ഒരു ചെക്ക് എഴുതി, അതിലൊരു വലിയ തുക എഴുതി, എന്നിട്ട് അത് എപ്പോഴും പേഴ്സിൽ കൊണ്ടു നടന്നു. ആ പണം തനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തിലും സന്തോഷത്തിലും അദ്ദേഹം ഓരോ ദിവസവും ജീവിച്ചു. ആ ചെക്കിൽ അദ്ദേഹം എഴുതിയ തുക എത്രയായിരുന്നെന്നറിയാമോ? $10 മില്യൺ. വിശ്വസിക്കാൻ പറ്റുമോ? കൃത്യം 3 വർഷം കഴിഞ്ഞപ്പോൾ ഡംബ് ആൻഡ് ഡംബർ എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് പ്രതിഫലമായി കിട്ടിയത് അതേ തുകയായിരുന്നു, $1 വ്യത്യാസം പോലുമില്ലാതെ. അപ്പോൾ നമുക്കാവശ്യമുള്ളത് സൃഷ്ടിക്കാനുള്ള ഫോർമുല വളരെ ലളിതമാണ്. ഭാവനയും അതിനൊത്ത അത്രയും തീവ്രമായ വികാരവും ചേരുമ്പോൾ യാഥാർത്ഥ്യമുണ്ടാകുന്നു. പക്ഷേ ഇതിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇത് നടക്കുമോ എന്നൊരു തരി സംശയം പോലും മനസ്സിൽ വരാൻ പാടില്ല. 100% വിശ്വാസം, അതാണ് പ്രധാനം. ശരി, നമ്മളിപ്പോൾ തിയറി ഒരുപാട് പഠിച്ചു. ഇനി ഇത് പ്രാക്ടിക്കലാക്കണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ ഞാൻ നിങ്ങളെ ഒരു 30 ദിവസത്തെ ചാലഞ്ചിന് ക്ഷണിക്കുകയാണ്. നിങ്ങൾ റെഡിയാണോ? ഈ ചലഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടി നന്ദി പറയുക എന്നതാണ്. ഈ സ്ത്രീയുടെ അനുഭവമൊന്ന് കേട്ടുനോക്കൂ. കടം കയറി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബില്ലുകൾ കണ്ട് അവർ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അവരൊരു ട്രിക്ക് പ്രയോഗിച്ചു. ഓരോ ബില്ലിനെയും തനിക്ക് കിട്ടിയ ചെക്കായി സങ്കല്പിച്ചു. എന്നിട്ട് ആ പണം തന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു. എപ്പോഴാണോ അവരുടെ ഉള്ളിലെ പേടി മാറി നന്ദി വന്നത്, അത്ഭുതമെന്ന് പറയട്ടെ, പല അപ്രതീക്ഷിത വഴികളിലൂടെ പണം അവരിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അപ്പോൾ ഈ നന്ദി പറയുന്ന ശീലം തുടങ്ങാൻ ഇതാ നിങ്ങളുടെ ആദ്യത്തെ ടൂൾ, ഒരു നന്ദിയുടെ കല്ല് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ. പോക്കറ്റിലിടാൻ പറ്റിയ ഒരു ചെറിയ ഉരുളൻ കല്ല് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുക. എന്നിട്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ കൈ അതിൽ തട്ടുന്നുവോ അപ്പോഴെല്ലാം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് മനസ്സറിഞ്ഞ് നന്ദി പറയുക. വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും അതിശക്തമായ ഒരു ശീലമാണിത്. ഇതാ നിങ്ങളുടെ 30 ദിവസത്തേക്കുള്ളൊരു ആക്ഷൻ പ്ലാൻ. എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. രാവിലെ ഉണരുമ്പോൾ തന്നെ ആ പുതിയ ദിവസത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക. ഒരു മോശം അനുഭവമുണ്ടായാൽ ഇതിൽ നിന്ന് എന്ത് നല്ല പാഠം പഠിക്കാം എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു 30 ദിവസത്തേക്ക് അവരുടെ നല്ല ഗുണങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. അസുഖത്തെ എന്റെ രോഗം എന്ന് പറയരുത്. പകരം നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഓരോ അവയവത്തിനും നന്ദി പറയുക. ഇതൊരു ഗെയിം പോലെ, ഒരു പരീക്ഷണം പോലെ ഒന്ന് ഏറ്റെടുത്തു നോക്കൂ. ഒരുപക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും കാതലായ ആശയം ഇതാണ്. ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം സന്തോഷമാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് തിരിച്ചാണ്. ജോലി കിട്ടുമ്പോൾ ഞാൻ സന്തോഷിക്കും, പണം കയ്യിൽ വരുമ്പോൾ ഞാൻ സന്തോഷിക്കും എന്നോട്ടെ. എന്നാൽ പ്രപഞ്ചനിയമം പറയുന്നത് നിങ്ങളിപ്പോൾ ഈ നിമിഷം സന്തോഷമായിരിക്കുക, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളെ തേടി വരും എന്നാണ്. അതായത് സന്തോഷം ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്. അത് കാരണമാണ്, ഫലമല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ആ വലിയ ശക്തി മറ്റെവിടെയുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ സ്വിച്ച് ഓൺ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഈ 30 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്ത് ആ സ്വിച്ച് ഓൺ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. കാരണം അറിവും സ്നേഹവും പങ്കുവയ്ക്കും തോറും വർദ്ധിക്കുകയുള്ളൂ. ഇത്രയും നേരം ശ്രദ്ധിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ്, ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും എംപവർമെന്റ് മെന്ററും കോർപ്പറേറ്റ് ട്രെയിനറുമാണ്. ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്കായി 7905360993 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ എന്നഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.